പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ വേദനയ്ക്കൊപ്പം നിൽക്കുകയാണ് രാജ്യം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 26 പേരാണ് പഹൽഗാമിൽ കൊല്ലപ്പെട്ടത്. മരിച്ചവരുടെ ഭൗതിക ശരീരം ജന്മനാട്ടിലേക്ക് എത്തിക്കുമ്പോൾ ഹൃദയഭേദകമായ കാഴ്ചകളാണ്. ഉറ്റവരെ നഷ്ടപ്പെട്ടവർ അവരുടെ ഓർമ്മകളെ നെഞ്ചോട് ചേർക്കുകയാണ്. ശ്രീനഗറിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള വിമാനത്തിൽ അത്തരത്തിലൊരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചതിനെ കുറിച്ച് പറയുകയാണ് BJP MP തേജസ്വിനി സൂര്യ. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കർണാടക സ്വദേശി മഞ്ജുനാഥ റാവുവിന്റെ രക്തം പുരണ്ട ജാക്കറ്റ് ധരിച്ചാണ് ഭാര്യ പല്ലവി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തെ അനുഗമിച്ചത്. ഭർത്താവിന്റെ രക്തം പടർന്ന ആ ജാക്കറ്റ് കഴുകില്ലെന്നും അത് അദ്ദേഹത്തിന്റെ അവസാനത്തെ ഓർമ്മയാണെന്നും പല്ലവി പറഞ്ഞതായി തേജസ്വിനി സൂര്യ അറിയിച്ചു. +2 പരീക്ഷയിൽ മകൻ ഉന്നത വിജയം നേടിയത് ആഘോഷിക്കുന്നതിനായാണ് മഞ്ജുനാഥും കുടുംബവും ഈ അവധിക്കാലത്ത് യാത്ര പോയത്. അച്ഛനൊപ്പമുള്ള ആദ്യത്തെയും അവസാനത്തെയും വിമാനയാത്രയായിരുന്നു മഞ്ജുനാഥിന്റെ മകൻ അഭിയുടേത്. അദ്ദേഹത്തിന്റെ ഇളയ മകന് 3 വയസ്സാണ് പ്രായം. അച്ഛൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് അറിയാതെ അവൻ വിമാനത്തിന്റെ വിൻഡോ സീറ്റിലിരുന്ന് കാഴ്ചകൾ ആസ്വദിക്കുകയായിരുന്നു. ഈ കാഴ്ച വളരെ ഹൃദയഭേദകമായിരുന്നു എന്നും തേജസ്വി സൂര്യ പറഞ്ഞു. രാജ്യം മുഴുവൻ ആക്രമണത്തിനിരയായവരുടെ കുടുംബത്തിനൊപ്പം നിൽക്കേണ്ട സമയമാണ്. ഈ കുടുംബങ്ങളുടെ വേദന ഓരോ ഇന്ത്യക്കാരന്റെയും വേദനയാണ് എന്ന് തേജസ്വി സൂര്യ കൂട്ടിച്ചേർത്തു. അതേസമയം കശ്മീരിൽ ഭീകരരുടെ വെടിയേറ്റ് വീരമൃത്യു വരിച്ച ഇടപ്പള്ളി സ്വദേശി N രാമചന്ദ്രന് വിടചൊല്ലി ആയിരങ്ങൾ. രാമചന്ദ്രന്റെ മൃതദേഹം ഇന്ന് രാവിലെ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിലേക്ക് കൊണ്ടുവന്നതോടെ 100 കണക്കിന് ആളുകളാണ് അവസാനമായി സന്ദർശിച്ച് അന്തിമോപചാരം അർപ്പിച്ചത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച പൊതുദർശനം 9 മണിക്ക് സമാപിച്ചു. വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, മന്ത്രി P രാജീവ്, കൊച്ചി മേയർ M അനിൽകുമാർ, കളക്ടർ NSK ഉമേഷ്, നടൻ ജയസൂര്യ തുടങ്ങിയവർ പൊടുന്നനെ എത്തിയവരായിരുന്നു. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നിവരും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുമെന്ന് അധികൃതർ അറിയിച്ചു. പൊതു ആദരാഞ്ജലികൾക്ക് ശേഷം മൃതദേഹം 11:30 മാങ്ങാട്ട് റോഡിലെ വസതിയിലെത്തിച്ചു. അന്ത്യകർമ്മങ്ങൾ നടത്തുന്നതിനു ശേഷം ഉച്ചയ്ക്ക് 12-ന് ഇടപ്പള്ളി ശാന്തി കവാടം ശ്മശാനത്തിൽ സംസ്കാരം നടത്തി. ഇന്നലെ രാത്രി മുതൽ തന്നെ രാമചന്ദ്രന്റെ വീട് അനുശോചന സാഗരമായി. മന്ത്രി R ബിന്ദു, മുൻ മന്ത്രി PK ശ്രീമതി, BJP നേതാവ് AN രാധാകൃഷ്ണൻ, സംവിധായകൻ മേജർ രവി തുടങ്ങിയവർ എത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു. കശ്മീരിൽ വിനോദയാത്രയ്ക്ക് പോയ N രാമചന്ദ്രൻ ചൊവ്വാഴ്ചയാണ് മകളുടെയും കൊച്ചുമക്കളുടെയും മുന്നിൽ വെച്ച് ഭീകരരുടെ വെടിയേറ്റ് മരിച്ചത്.